വെസ്റ്റ് ബംഗാളിലെ നോർത്തേൺ മോസ്റ്റ് ഡിസ്ട്രിക്റ്റായ ക്വീൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഡാർജിലിംഗിലെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സൺറൈസ് കാണാൻ വേണ്ടി ഞങ്ങൾ ടൈഗർ ഹില്ലിൽ വന്നതാണ്. ഞങ്ങളൊരു 4:15 ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 6:30 ആയപ്പം സൺറൈസായി. ഇവിടുത്തെ സൺറൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സൺറൈസ് ആകുമ്പം അതിൻ്റെ ലൈറ്റ് ഇപ്പുറത്തെ സൈഡിലെ കഞ്ചൻജംഗേൻ്റെ മേലേക്ക് വീഴുമ്പം അവിടെ വരുന്ന കളർ വേരിയേഷൻസ് അത് കാണാനാണ് ആളുകളൊക്കെ അവിടെ മെയിനായിട്ട് വരുന്നത്. ഇത്രയും കൂടുതൽ ആൾക്കാരാണ് ഈ സൺറൈസ് കാണാൻ വന്നിരിക്കുന്നത്. ഒരു 4:15 എത്തിയാലേ ഉള്ളൂ നമുക്ക് മുമ്പിൽ സ്ഥലം കിട്ടുള്ളൂ. പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും. അതുകൊണ്ട് നല്ല ജാക്കറ്റും ഗ്ലൗസും ഷൂസും ഒക്കെ കരുതണം. പിന്നെ ഞങ്ങൾ ജാപ്പനീസ് ടെമ്പിളിലേക്കാണ് പോയത്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ജാപ്പനീസ് സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 1972 ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ജപ്പാനിൽ നിന്ന് വന്ന നിച്ചിദാത്സു ഫുജി എന്ന ബുദ്ധിസ്റ്റ് മോങ്കിൻ്റെ ഗൈഡൻസിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുന്ന് സ്റ്റെയർസ് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പം അവിടെയാണ് പ്രെയർ ഏരിയ ഉള്ളത്. ബുദ്ധേൻ്റെ കുറച്ച് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന് പീസ് പഗോഡ ആണ് പറയുന്നത്. ഇതൊരു 28 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ്. ഈ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലെത്താൻ. ഇതിൻ്റെ മുകളിൽ ബുദ്ധൻ്റെ 4 അവതാരങ്ങളെയാണ് ഇവരിങ്ങനെ പ്രതിമ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്, 4 സൈഡിലായിട്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പനോറമിക് വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അതിൽ ആ സൈഡിലുള്ളത് കഞ്ചൻജംഗയാണ്. നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നത് നമുക്ക്. പിന്നെ ഞങ്ങൾ ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോയത്. ഇവിടെ ഒരു സൂ ഉണ്ട്, പിന്നെ കുറേ മ്യൂസിയംസും. ഇവിടെ അത്യാവശ്യം കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സൂവിനപ്പുറം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും കുറച്ച് മ്യൂസിയംസും ഒക്കെ ഉണ്ട്. ഈ ബംഗാൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ കുറേ മൃഗങ്ങളും പക്ഷികളെയൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെയാണ്. ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് അധികം എടുക്കാനൊന്നും പറ്റിയില്ല. 1954 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയ തെൻസിംഗ് നോർഗെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡയറക്ടർ. തെൻസിംഗ് നോർഗെ യൂസ് ചെയ്തിട്ടുള്ള ട്രക്കിംഗ് ഗിയേഴ്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. മൗണ്ട് എവറസ്റ്റ് ട്രക്കിന് താല്പര്യമുള്ളവർക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ട്രെയിനിങ് എടുത്തിട്ട് എവറസ്റ്റ് പോയി വന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് മ്യൂസിയത്തിൽ. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് അതെല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി. പിന്നെ ഞങ്ങൾ നേരെ ഡാർജിലിംഗ് സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 3:30. അപ്പോൾ ഞങ്ങളിവിടെ കൈലാഷ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് പിന്നെ നേരെ സ്റ്റേഷനിലേക്ക് പോയി. ട്രെയിൻ പോകുമ്പോൾ ഉറക്കെ പറയാം. ബായ് പറയും. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ ബുക്ക് ചെയ്തത് സ്റ്റീം എഞ്ചിൻ്റെ ട്രെയിനായിരുന്നു. ഈ ട്രെയിൻ റോഡ് സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ മറ്റ് വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് തന്നെ റോഡ് ബാക്കി എല്ലാ വണ്ടികൾക്കും ബ്ലോക്ക് ആയിരിക്കും. പിന്നെ ബത്താസിയയിലൂപ്പ് എത്തിയപ്പം ട്രെയിൻ ഒരു 10 മിനിറ്റ്സ് നിർത്തി. ഇവിടുന്ന് പിന്നെ ഗം സ്റ്റേഷനിലേക്ക് പോകും. അവിടെ ഒരു 20 മിനിറ്റ് നിർത്തിയിടും. അവിടുന്ന് അവർ എൻജിൻ മാറ്റും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഡാർജിലിംഗ് സ്റ്റേഷനിലേക്ക് തന്നെ വരും. അങ്ങനെ ടോട്ടൽ 2 hours റൈഡാണുള്ളത്. ഈ സ്റ്റീം എഞ്ചിനിൽ ആദ്യമായിട്ട് കയറാണ്ട് നല്ല രസം തോന്നി. ലൈഫിൽ ഒരു ടൈമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഇത്. ഇതിൻ്റെ ടിക്കറ്റൊക്കെ IRCTC ആപ്പിൽ നിന്ന് തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ ടിക്കറ്റ് പെട്ടെന്ന് തീരും. ഞങ്ങൾ 1 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം എഞ്ചിൻ കൂടാതെ ഡീസലും ഉണ്ട്. ട്രെയിൻ ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ മോൾ റോഡിലേക്ക് പോയി. അവിടെ അടുത്ത് തന്നെയാണ് മോൾ റോഡ്. ഈ മോൾ റോഡാണ് ഇവിടുത്തെ ഒരു മെയിൻ ഷോപ്പിംഗ് ഏരിയ. ഞങ്ങൾ December 31 നൈറ്റാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു. ഈ സ്ട്രീറ്റിൽ നിറയെ ആൾക്കാരായിരുന്നു. ഇവിടെ 2 സൈഡിലും നിറയെ ഷോപ്സാണ്. നിങ്ങൾ സിക്കിം ട്രിപ്പിൻ്റെ കൂടെയാണ് ഡാർജിലിംഗ് വരുന്നതെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ സിക്കിമിലെ MG മാർഗിൽ തന്നെ ചെയ്യുക. കാരണം കമ്പാരിറ്റീവ്ലി MG മാർഗിലാണ് ഇവിടത്തിനേക്കാളും ചീപ്പറായി തോന്നിയത്. ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഇതിവിടുത്തെ ഫേമസ് ആയ ഒരു കഫേയാണ് ഗ്ലെനറീസ് കഫേ. 150 വർഷം പഴക്കമുണ്ട്. ഇവിടുത്തെ പേസ്ട്രീസൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ മെയിൻലി ഇവരെന്നെ ഉണ്ടാക്കുന്ന കുക്കീസ്, കേക്ക്സ്, പേസ്ട്രീസൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പേസ്ട്രി വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ബാഗ്ഡോഗ്ര എയർപോർട്ട്, അത് ഈ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റ് തന്നെയാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നേപ്പാൾ ബോർഡർ വഴിയും എയർപോർട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ മുന്നേ റൂമിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ നേപ്പാൾ ബോർഡർ എത്തി. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഉള്ളിൽ കയറി ഇറങ്ങാൻ പറ്റും. ഇവിടെ നമ്മൾ ID കാർഡ് കാണിക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ID കാർഡ് നോക്കിയിട്ട് ഇവിടുത്തെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പശുപതി മാർക്കറ്റിലേക്കാണ് എത്തുന്നത്. ഏർലി മോർണിംഗ് ആയതിൻ്റെ ഷോപ്സൊക്കെ തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു 1-2 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പോരുക ചെയ്തത്. പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറേ ദൂരം ഈ തേയിലത്തോട്ടം കാണാം. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതിനൊരു വ്യത്യസ്തത തോന്നി. കാരണം ഈ തേയിലത്തോട്ടം സ്ട്രെയിറ്റ് ആയിട്ടാണുള്ളത്. പിന്നെ ബാക്കിൽ നല്ല കോടയും ഇടയിൽ മരങ്ങളുമായിട്ട് ഒരു കൗതുകം തോന്നി ഈ ഒരു തേയിലത്തോട്ടം കണ്ടപ്പം. സാധാരണ നമ്മൾ കുന്നിൻ്റെ മുകളിൽ കയറ്റം ഇറക്കം അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ തേയിലത്തോട്ടം കാണാറ്. ഇതോടെ നമ്മളുടെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ്. ബൈ.